ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം കേട്ടോ. ഫ്രോഡ് നിർവചിച്ചിട്ടുണ്ട്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്ത് നിർവചിച്ചിട്ടുണ്ട് ഫ്രോഡ്. പിന്നെ ഫ്രോഡ് എന്ന് പറയുന്നതിന് ഒരു വിശാല അർത്ഥത്തിൽ കോൺട്രാക്റ്റ് ആക്ട് പറയുന്ന ഫ്രോഡ് മാത്രമല്ല, വഞ്ചനയല്ല മാത്രമല്ല, അല്ലാതെ ബാക്കിയുള്ള ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ഫ്രോഡ് എന്നുള്ളത് വാക്കൊന്ന് എടുക്കണം. ഫ്രോഡെന്ന് ഉള്ള അത് നമ്മൾ വിശാലമായിട്ട് നോക്കിയാൽ ഒരു ചതിവ്, വഞ്ചന, ഇതെല്ലാം അതിനകത്ത് പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വിടും. നമ്മുടെ രാജ്യത്തെ വഞ്ചിക്കുക, ജനങ്ങളെ വഞ്ചിക്കുക, ഇതൊരു ഫ്രോഡാണ്. ഫ്രോഡിലൻ്റായിട്ടുള്ള, അതായത് യാതൊരു ഉത്തമവിശ്വാസവും ഇല്ലാതെ കാണിക്കുന്ന ഒരു ചതിവ്, വഞ്ചന. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഫ്രോഡെന്ന് നമ്മൾ പറയും. സീരിയസ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ്, വഞ്ചന, ഇതാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രസ്ഥാനം ഉണ്ട്, അതായത് ഈ ഇങ്ങനെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസ്. അത് SFIO എന്നറിയപ്പെടും കേട്ടോ. SFIO എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അതിൽ വളരെ, അതായത് മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് അതിന് നിയമിക്കുന്നത്. ഈ സീരിയസ് ഫ്രോഡ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തോ നടക്കുന്ന, അതായത് ഗവൺമെൻറ്റിനെതിരെ, പബ്ലിക്കിനെതിരെ നടക്കുന്ന ഇതുപോലുള്ള ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ആക്ട്സ്, അങ്ങനെയുള്ളത് സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ്, ചെറുതൊന്നും അവരെടുക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഫ്രോഡ് വരുമ്പോൾ അതിൻ്റെ ആ സീരിയസ്നെസ് അനുസരിച്ച് ആണ് അവർക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു അന്വേഷണം ഏറ്റെടുത്താൽ അതിൻ്റെ പ്രത്യേകത മറ്റ് ഏജൻസികളിലെല്ലാം അന്വേഷണം നിർത്തിവെക്കണം. ബാക്കി ആരും അതിൻ്റെ ഇടയിൽ ഒരു നടപടി എടുക്കാൻ പാടില്ല. പിന്നെ അത് അവർ അവിടെ നിർത്തിവെച്ച് ഇത് ഫയൽ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത് നമ്മുടെ ഈ CBI അന്വേഷണം പോലോ അല്ലെങ്കിൽ EDയുടെ അന്വേഷണം പോലോ ഒന്നുമല്ല. അവർക്ക് വളരെ വിശാലമായ അധികാരങ്ങളുമുണ്ട്. അറസ്റ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം അവർക്ക്. അവരെ അത് ആ രീതിയിൽ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ബോഡിയാണ് ഈ പറഞ്ഞത്. അവർ ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ അവർ അന്വേഷിക്കാൻ വരുന്ന ഒരു മാറ്റർ എന്ന് പറയുന്നത്, പല രാഷ്ട്രീയക്കാരും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയക്കാരും, അതേപോലെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകള് ശ്രീമതി വീണ തൈക്കണ്ടിയിൽ, അവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫ്രോഡാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഫ്രോഡ് അന്വേഷിക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഇത് ബാധകമായിട്ട് വരുന്നത്, അതിൽ ഉൾപ്പെട്ടേക്കുന്ന എല്ലാവർക്കും എതിരെ വരും. അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും വരും. ഇതെന്താണ് ഇവിടെ ഈ ഫ്രോഡ് നടന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ആ ഫ്രോഡെന്ന് പറയുന്ന അവർ പറയുന്ന ഫ്രോഡെന്ന് പറയുന്നത്, ശ്രീമതി വീണ വിജയൻ ഒരു 1 പേഴ്സൺ കമ്പനി നടത്തിക്കൊണ്ടിരുന്നു. കാരണം പണ്ട് ഒരു കമ്പനി വേണമെങ്കിൽ 2 പേര്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ 2 പേരോ അതല്ല അധികമോ ആളുകൾ വേണം. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 7 പേര് മുതൽ മുകളിലോട്ട് ഉള്ള ആളുകൾ വേണം. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് കമ്പനീസ് ആക്റ്റൊക്കെ അമെൻഡ് ചെയ്തിട്ട് ഈ അടുത്ത സമയത്തുള്ള അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി വന്നു. ഒരാൾക്ക് വേണമെങ്കിലും ഒരു കമ്പനി രൂപീകരിക്കാം. മുമ്പ് ഒരാൾക്ക് ആകെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്ററി കൺസേൺ മാത്രമേ വെക്കുള്ളൂ. സോൾ പ്രൊപ്രൈറ്റർ ആയിട്ട് ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. കമ്പനി ഒക്കത്തില്ല, പാർട്ട്ണർഷിപ്പ് ഒക്കത്തില്ല. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും 2 അതിലധികം ആളുകൾ പാർട്ട്ണർഷിപ്പിൽ വേണം. അങ്ങനെ ചെയ്യാം. അത് പാർട്ട്ണർഷിപ്പിന് തന്നെ പണ്ടത്തതിൽ നിന്നും വ്യത്യാസം ഉണ്ടായിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വന്നു, അങ്ങനെയും വന്നു. ഞാനിപ്പോൾ അത് നിയമവശമായതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ലിമിറ്റഡ് ലയബിലിറ്റി, കാരണം പാർട്ട്ണർഷിപ്പിന് ലിമിറ്റഡ് ലയബിലിറ്റി അല്ല മുമ്പുണ്ടായിരുന്നത്. പാർട്ട്നേഴ്സിൻ്റെ മുതലിൽ നിന്ന് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ ഈടാക്കിയെടുക്കാം. കമ്പനിക്ക് അത് പറ്റത്തില്ല. കാരണം കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു കമ്പനി എന്ന് പറയുന്ന പേഴ്സണാണ് ഒരു കമ്പനി. ആ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ പറ്റുള്ളൂ. ആ ഷെയറിൻ്റെ എത്ര ഷെയർ ഉണ്ടോ അതേ ഒരാളുടെ പേര് ലയബിലിറ്റി വരുന്നുള്ളൂ. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഉള്ളത്. അതാണ് കമ്പനിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പാർട്ട്ണർഷിപ്പും LLP എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുണ്ട്. അതും കമ്പനി പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്ന അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഇത് 1 പേഴ്സൺ കമ്പനിയായിട്ട് വന്നതാണ്. എക്സാലോജിക്ക് 1 പേഴ്സൺ കമ്പനിയായിട്ട് മാറി.
ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നടത്തുന്നത്, ഈ 1% നടത്തുന്നതെന്ന് പറയുന്നത് ശ്രീമതി വീണ വിജയൻ്റെയാണ്. ഈ കമ്പനി 1% എന്ന് പറഞ്ഞാൽ ശ്രീമതി വീണ വിജയനാണ് ആ കമ്പനി എന്ന് പറയുന്നത്, അല്ല വ്യത്യാസമൊന്നുമില്ല. എക്സാലോജിക്ക് ഒരു കമ്പനി ആയതുകൊണ്ട് അതിനൊരു ലീഗൽ എൻറ്റിറ്റി എന്നും നമുക്ക് പറയാം. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്. ഇറ്റ്സ് എ ലീഗൽ പേഴ്സൺ, ഒരു വ്യക്തി, നിയമപരമായിട്ടൊരു വ്യക്തിയാണ് കമ്പനി. അപ്പോൾ എക്സാലോജിക്കും ഈ CMRL തമ്മിൽ ഒരു ബന്ധമുണ്ടായി. അപ്പോൾ CMRLന് നിയമോപദേശം കൊടുക്കുന്നതോ അതായത് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ചെയ്ത സേവനങ്ങൾ കൊടുക്കാനാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഉള്ളത്. ഇനി ഇങ്ങനൊരു കോൺട്രാക്റ്റ് കരാറിൽ ഏർപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ CMRL എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം, അത് പൊതുമേഖലാ സ്ഥാപനമാണ്, ഗവൺമെൻറ് കമ്പനിയാണ്. അതിന് ഒരുപാട് ഇതുപോലെ കമ്പനികളിൽ ഷെയർ ഉണ്ട്. CMRL ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അതിൽ 13.5% ഓഹരി KSIDCക്കുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കമ്പനിയായ KSIDCക്ക് അത്രയും ഓഹരി ഉള്ളിടത്തോളം ഇതിന്, അതായത് ഈ കരാറിൽ ഏർപ്പെടണം എങ്കിൽ, ഇത് വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കമ്പനി ലോ ബോർഡിൻ്റെ പെർമിഷൻ വേണം, എന്നാലേ ഈ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു പെർമിഷനും ഇല്ലാതെ ഇവരുടെ സേവനം എടുക്കുന്നു എന്നുള്ള രീതിയിലൊരു കരാറ്, യഥാർത്ഥത്തിൽ ആ കരാറിൻ്റെ നിയമവശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിലനിൽക്കാത്ത കരാറാണ്. ആ കരാറ് വഴിയാണ് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ വന്നപ്പോഴാണ് പ്രശ്നം വന്നത്. അവിടെ ഒന്നും അല്ല. അപ്പോൾ ഇതിൽ 3 ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ ട്രാൻസാക്ഷനകത്ത്. ഒന്ന് KSIDC, അതായത് ഗവൺമെൻറ്റിന് അറിയണം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് അറിയാൻ പാടില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. KSIDC ഉള്ളിടത്തോളം കാലം ഗവൺമെൻറ്റിനെ അറിഞ്ഞേ ഒക്കുള്ളൂ. മുഖ്യമന്ത്രിയുടെ മക്കൾ എക്സാലോജിക്ക്, അതാണ് ഒരു ഭാഗം. ഒന്ന് CMRL, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ KSIDC. ഈ 3 അച്ചുതണ്ടാണ്, ഈ 3 എണ്ണമാണ് ഇതിനകത്ത് ഈ ട്രാൻസാക്ഷനിലുള്ളത്. അപ്പോൾ ഇത് വെടിയിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് 1,72,00,000 രൂപ കിക്ക് ബാക്ക് എന്ന് നമ്മളൊക്കെ അതിനെ പറയാൻ പറ്റുള്ളൂ. കൈക്കൂലിയാണ്, വേറൊന്നുമില്ല. കിക്ക് ബാക്ക് അത് ശ്രീമതി വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനി 1% കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. മാസം തോറും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ കൊടുത്തുകൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സേവനം അവർ ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം വരാമെന്ന്. ഒരു സേവനവും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പറയുന്ന സേവനം ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ ഏത് പോലീസുകാരനും ചെയ്യാവുന്ന ഒരു പണിയാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഏത് കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചാലും മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റ് മതിയല്ലോ. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആർക്ക് നോക്കും? ഇത് ഞാനതിനകത്ത് കാണുന്നത് ഒരു കാര്യമുള്ളൂ. എനിക്ക് തമാശയായിട്ടൊന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് കേട്ടോ, എക്സൽ, ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെന്നാണ്. അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ വന്നോളും. അത് ആർക്കും ചെയ്യാം. അത് മൈക്രോസോഫ്റ്റ് എന്ത് വാങ്ങിക്കുന്നതാണ്, അല്ലാതെ വേറെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. അതിനൊരു സേവനമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു കാര്യം. അപ്പോൾ ഇത് ഏതാണ്ട് മനോജ് കെ ജയൻ അഭിനയിച്ച ഒരു സിനിമ ഉണ്ട്. അതിൻ്റെ ഏതാണെന്ന് ഞാൻ മറന്നുപോയി, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അതിനകത്ത് പറയുന്നുണ്ട്, ഒരാൾ ജോലി ചോദിച്ചുകൊണ്ട് ചെല്ലുക, നിനക്ക് ജോലി വേണം, ഞാൻ തരാം നിനക്ക് ജോലി, നിനക്ക് CD റൈറ്റ് ചെയ്യാൻ അറിയാം. ഇൻ്റർവ്യൂ ആണ്. CD റൈറ്റ് ചെയ്യാൻ അറിയാം? അത് എനിക്ക് DVD റൈറ്റ് ചെയ്യാൻ അറിയാം. അതറിയാമോ? അപ്പോയിൻറ്റഡ്. ഇതാണ് നടന്നേക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ഇടപാടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഒരു സേവനവും ചെയ്തില്ല. ഇത് പുറത്ത് വരാനിടയായത് അങ്ങനെ ഈ സേവനം ചെയ്യാതെ ഇങ്ങനെ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞില്ല, രഹസ്യമായിട്ടുള്ള ഇടപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പുറത്ത് വരാൻ കാരണം ഈ CMRL നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, വലിയ പുള്ളിയാണ്. അയാൾ വിചാരിച്ചു ഇൻകം ടാക്സ് ഒരുപാട് കൊടുക്കണം. നമ്മുടെ കരിമണൽ ഊരി കൊണ്ടുപോകുന്നതാണ്, വേറൊന്നുമല്ല. കേരളത്തിൻ്റെ സമ്പത്തായിട്ടുള്ള കരിമണൽ അത് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അത് വിറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ നാട് സ്വർഗ്ഗലോകമാവും. ആ രീതിയിലുള്ള വരുമാനമുള്ളതാണ്. സ്വർണത്തിൻ്റെ വിലയുള്ള സാധനമാണ് ഈ കരിമണൽ. അതാണ്.
അതാണ് ഈ തോന്നിവാസം പോലെ കോരിക്കൊണ്ടുപോകാൻ കൊടുത്തേക്കുന്നത്. പണ്ടത് പ്രൈവറ്റൈസ് ചെയ്യാൻ ഒരു തീരുമാനം ഒരു മന്ത്രി എടുത്തിരുന്നു, പണ്ട് മുൻമന്ത്രി, അതാരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അയാൾക്ക് ഇതിനകത്ത് പണമുണ്ട്, ഇതിനകത്ത് അയാൾക്കുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ അധികാരത്തിൽ വന്നു. ഇവർ വന്നപ്പോൾ CMRLന് കൊടുക്കാനുള്ള തീരുമാനം. ഒരു പ്രശ്നമില്ല, ആർക്കും തമ്മിൽ വഴക്കില്ല. പ്രതിപക്ഷത്തിനും ഇതിനകത്ത് ബഹളമില്ല, ഭരണപക്ഷത്തിനും ബഹളമില്ല. അത് ബഹളമില്ലാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പോൾ ഈ കരിമണൽ ഇതുപോലെ വാരിക്കൊണ്ടു പോകുന്ന തീരുമാനമായി. കരിമണൽ വാരുന്നതിൻ്റെ തീരുമാനം ഞാൻ അവിടെ പോയതാണ്. കാരണം ആലങ്ങാട് അവിടെ ഒരു വലിയ സമരം ഉണ്ടായി. കാരണം ജനങ്ങൾക്ക് അവിടെ കടൽ കയറുകയാണ്, ഒന്നുമില്ല, ഈ മണലെല്ലാം വാരിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് നാട്ടുകാർ പറഞ്ഞ്, ഞാൻ ആ പ്രക്ഷോഭത്തിന് ഞാൻ അവിടെ പോയിരുന്നതാണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെന്നപ്പോൾ KC വേണുഗോപാലും അവിടെ വന്നിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ വരാറായപ്പോൾ അവിടെ മൊത്തം ഒരു ദീപം തെളിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു വൈകുന്നേരം. അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ പോയത്, ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അവിടെ നാട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞ വളരെ രസകരമായ ഒരു സംഭവം പറഞ്ഞു. ഈ പണ്ട് അതിന് കുറച്ച് നാൾ മുമ്പ് ഒരു സംഘടനക്കാർ എന്ന് പറഞ്ഞാൽ ഒരു സന്നദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നും പറഞ്ഞാൽ അവർ വന്നിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക. ഉടനെ എല്ലാവരും സംബന്ധിച്ച് വെറുതെ കിട്ടുന്നതല്ലേ കിണർ എല്ലാവർക്കും കുഴിച്ചു വരും. കിണർ കുഴിച്ചു, ആയിരക്കണക്കിന് കിണറാണ് കുഴിച്ചത്. അവിടെ പല ആളുകൾക്കും അവർക്ക് സന്തോഷമായി കിണർ കുഴിച്ചു. ഈ കിണർ കുഴിച്ച ഈ മണലെല്ലാം ഉണ്ടല്ലോ അവർ കൊണ്ടുപോയി. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കിണർ കുഴിക്കാൻ വന്നവന്മാർ എത്ര കോടി അടിച്ചു മാറ്റിയെന്നറിയാമോ? അവർ 100 കണക്കിന് കോടി രൂപ കൊണ്ടുപോയി. അതാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അതാണ് ഈ മണലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യും ആളുകൾ? അപ്പോൾ CMRLന് ഇങ്ങനെ നോക്കുമ്പോൾ കാശ് ഇഷ്ടംപോലെ, പണം ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് നല്ലൊരു തുക ഇൻകം ടാക്സ് വരുമാനത്തിൽ നിന്ന് കൊടുക്കണമല്ലോ. നേരെയുള്ള ട്രാൻസാക്ഷനാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എന്താണെന്നറിയാമോ? ഈ കരിമണൽ കർത്താവിൻ്റെ കണക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് ഈ കൈക്കൂലി കൊടുത്ത കാശ് കൂടെ ചേർത്തു. അതെ ആ കാര്യം. അതായത് ഈ ഇന്നതുപോലെ വീണ തായ്ക്കണ്ടിയുടെ കമ്പനിക്ക് ഇങ്ങനെ കൊടുക്കുന്നു, അതിന് ഇത്രത്തോളം പൈസ ചിലവുണ്ട്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് കിക്ക് ബാക്ക് കൊടുത്തേക്കുന്ന വേറെ ആളുകൾ, അതായത് ഓരോരുത്തരുടെ ഈ 2 ഇനിഷ്യൽ മാത്രം പേരിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് KK എന്ന് പറഞ്ഞാൽ, KK എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി എന്ന് അതിൻ്റെ വിവർത്തനമുണ്ട്. അതുപോലെ PV, അത് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല അവരത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ RC രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ വേറെ ഉമ്മൻചാണ്ടി OC, ഇത്രയും ഇങ്ങനെ വേറൊരാളും കൂടെ ഉണ്ട്. പിന്നെ അത് ഇത്രയും പേരുടെ ചുരുക്കപ്പേരിൽ ഇവർക്ക് വലിയ തുക കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. കൊടുത്തപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇദ്ദേഹമാണെന്ന് പറയാൻ കാരണം ശ്രീമതി വീണ തായ്ക്കണ്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം അവരുടെ പിതാവല്ലെന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം ആരാണെന്ന്. അതിനകത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ പിണറായി വിജയനാണെന്ന്. അപ്പോൾ ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് ബാക്കി പണം പറ്റിയവർ പറഞ്ഞാൽ അവർ പാർട്ടിക്ക് വേണ്ടി പറ്റിയതാണ്, രാഷ്ട്രീയ പാർട്ടിക്ക്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ വാങ്ങിക്കാം, കാരണം നമ്മുടെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആ നിയമം അനുവദിക്കുമ്പോൾ ഇതുപോലെ ഇത് ഒളിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അതാണ് കാര്യം. രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞ് 80G ഇൻകം ടാക്സിൻ്റെ അതിലെ എക്സംഷനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവന ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരസ്യമായിട്ട് കൊടുക്കാം. എന്നിട്ട് അത് പരസ്യപ്പെടുത്താം. ഇത് രഹസ്യമായിട്ട് ഈ തുണ്ടുപേപ്പറിനകത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല അവിടെ. അപ്പോഴത്തെ പ്രശ്നം എന്താ? ഈ ഫ്രോഡ് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഒരാൾക്കെതിരെ മാത്രമല്ല, ഇവർക്കെല്ലാം എതിരെ വരും. ഇതിനകത്ത് ആരൊക്കെ കിക്ക് ബാക്ക് വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ അന്വേഷണത്തിൽ വരും. അപ്പോൾ ഈ ശ്രീമതി വീണ വിജയൻ്റെ ആ കമ്പനി ഇതുപോലെ ഒരു സേവനവും ചെയ്യാതെ ഈ തുക വാങ്ങിയെടുത്തു എന്ന് കണ്ടെത്തിയത് ആരാണെന്നറിയാമോ? ഈ ഇൻകം ടാക്സിൽ എക്സംഷൻ ചോദിച്ചല്ലോ. എക്സംഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 135 കോടി രൂപ കൊടുക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോഴാണ് അവർ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ ഒരു ഓർഡർ വന്നു.
അവരുടെ ഉത്തരവിനകത്ത് ആണ് ഇത് മുഴുവൻ വിശദമാക്കി പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇന്നതുപോലെ ഇന്നത് എല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി ഇന്നാരൊക്കെ വാങ്ങിച്ചു. ശ്രീ പിണറായി വിജയൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല, അദ്ദേഹമായിട്ട് പറയുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയവും കൂടാണ് ഇങ്ങനെ ആർക്കും സംഭാവന പാർട്ടിക്ക് വേണ്ടി ഇവരാരും വാങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പാർട്ടിക്ക് വേണ്ടി വാങ്ങുകയാണെന്ന് പറഞ്ഞു. അതും ശരിയാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആ പാർട്ടിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ചോദിക്കാൻ ഡയറക്റ്റായിട്ട് കമ്പനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളതല്ല, പരസ്യമായിട്ട് ചെയ്യാം. അവർക്കിതൊന്നും അറിയാൻ വയ്യാത്ത ആളുകളൊന്നും അല്ല. പിന്നെ ഇത് വാങ്ങിയേക്കുന്ന ശ്രീമതി വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് വാങ്ങിച്ച 1,72,00,000 രൂപ എന്ന് പറയുന്നത് അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എത്രയോ വലിയ കമ്പനികൾ ഇതുപോലുള്ള സേവനം കൊടുക്കാനുള്ളവരുണ്ട്. ഒരുപാട് IT കമ്പനികൾ ധാരാളമുണ്ട്. നല്ല രീതിയിൽ നടക്കുന്ന, നല്ല മിടുക്കർ നടക്കുന്ന IT കമ്പനികളുണ്ട്. അവരുടെ ഒന്നും സേവനമില്ലാതെ ഈ എക്സാലോജിക്കിൻ്റെ സേവനം തന്നെ ചോദിച്ചു വാങ്ങിയ എന്താ കാരണം? ഇത് കിക്ക് ബാക്കാണ്, അതിന് സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് നടത്തുന്നത്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നല്ലോ. ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തെ വഹിക്കുന്നത് എന്തിനാ? അന്വേഷിച്ചിട്ട് പോരട്ടെ. ഇപ്പോൾ SFIO അന്വേഷിക്കാൻ വരുന്നത് ആദ്യം അവർ വന്നത് ഇവിടെ CMRലാണ്. അവർ 2 ദിവസം അവിടെ സെർച്ച് നടത്തി. ഏതാണ്ട് ഡോക്യുമെൻറ്റ്സൊക്കെ അവർ പിടിച്ചെടുക്കും, അതിന് സംശയമൊന്നുമില്ല. മാത്രമല്ല അവരെല്ലാം ചോദിച്ച് കാര്യങ്ങൾ വിവരം അറിയും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇവർ KSIDCയിലേക്ക് അന്വേഷണം വന്നു. KSIDCയിൽ അന്വേഷണം വന്നപ്പോഴാണ് ഇവിടെ ഇളക്കം തട്ടിയത്. കാരണം ഇനി ന്യായമായിട്ടും അന്വേഷണം പോകേണ്ടത് എങ്ങോട്ടാണ്? അടുത്ത എക്സാലോജിക്കാണ്. ഇതിനിടെ തന്നെ എക്സാലോജിക്ക് അങ്ങ് മരവിപ്പിച്ചു കേട്ടോ. മരവിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാലോജിക്ക് എന്ന് പറയുന്നത് അവർ മരവിപ്പിച്ച് നിർത്തിയേക്കാണ് തൽക്കാലം. അതാണ് ഡോർമെൻ്റ് ആക്കി നിർത്തി. അത് എന്തുവാ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ എന്താ കാരണം. ആരോപണങ്ങൾ ഒരുപാട് വന്നു. അന്വേഷണം ഒന്നും വരണ്ട, അതുകൊണ്ടാണ് എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ഇല്ലാതായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതവിടെ നിർത്തിവെച്ചത്. അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു എന്ന് കാണിക്കുകയാണ്. അപ്പോൾ KSIDCയിലേക്ക് അന്വേഷണം വരും എന്ന് കണ്ടുകൊണ്ട് KSIDCയിൽ അന്വേഷണം അങ്ങോട്ടായപ്പോഴത്തേക്ക് KSIDCക്ക് വെപ്രാളമായി. എന്താ വെപ്രാളത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുകൂടാ അവരുടെ വെപ്രാളത്തിൻ്റെ കാരണം KSIDCക്ക് അല്ല വെപ്രാളം, ബാക്കിയുള്ള ആളുകൾക്കാണ് ഈ വെപ്രാളം വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വക്കീലിനെ ഇറക്കുമതി ചെയ്ത് 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന ആളാണ്. 2 സിറ്റിങ്ങിന് 50 ലക്ഷം രൂപ കൊടുത്തു KSIDC. ഇനി അടുത്ത ഒരു സിറ്റിംഗ് കൂടെ ഉണ്ട്, ഇനിയുണ്ട്. അപ്പോൾ അത് ഓരോ സിറ്റിങ്ങിനും ഇനി പണം എത്ര ആവും എന്ന് നമുക്കറിയില്ല ബാക്കി കൊടുക്കുന്നത്. ഈ KSIDC കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണമാണ് എടുത്ത് നശിപ്പിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? ഇതിപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകൾക്കും വേണ്ടി മാത്രമാണെന്ന് നമുക്കറിയാം. KSIDCക്ക് വലിയ നഷ്ടമാണ് ഇത് തർക്കിക്കാൻ പോയാൽ. കാരണം 13.5% ഓഹരിയുള്ള KSIDCക്ക് ഏതാണ്ട് 18 കോടി രൂപയെങ്കിലും ഈ കരിമണൽ കടത്താൻ കൊടുക്കണം ലാഭവിഹിതമായിട്ട്. കാരണം കള്ളത്തരം പറഞ്ഞ് ഈ ചിലവ് എഴുതി ഇന്ന് കിട്ടേണ്ട 18 കോടി രൂപയാണ്. ആ 18 കോടി രൂപ വാങ്ങാനായിട്ട് ഇവരൊന്നും ശ്രമിക്കുന്നില്ല. എന്നിട്ട് അന്വേഷണം തടയണം, അതവിടെ നിർത്തണം, അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞാണ് KSIDC പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു പൊതുമേഖലാ സ്ഥാപനം, ജനങ്ങളുടെ വക, സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഒരു സ്ഥാപനം, അത് അവർക്ക് കിട്ടാനുള്ള 18 കോടി രൂപ കളഞ്ഞിട്ടാണ് ഈ ഇടപാടിലേക്ക് 25 ലക്ഷം രൂപ വെച്ച് ഡെയിലി ഓരോ സിറ്റിങ്ങിനും കൊടുത്ത് വക്കീലിനെ ഏർപ്പെടുത്തിയേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കള്ളക്കളി. ഇത് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇത്. അപ്പോൾ ഞാൻ അന്നേരം ഊഹിച്ചത് തന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് എക്സാലോജിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇത് കർണാടക ഹൈക്കോടതിയിലും ഇതിനു വേണ്ടി ഇവിടെ ഒരു ടെസ്റ്റ് ഡോസ് KSIDCയെ കൊണ്ട് കൊടുപ്പിച്ചു. അത് നടന്നില്ല, അത് കിട്ടിയില്ല. നേരെ ഇനിയെ പോയി കർണാടക ഹൈക്കോടതി പോവും എന്നുള്ളത് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാനത് മുൻ വീഡിയോകളിലൊന്നും ഞാൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ഈ അന്വേഷണത്തെ ഭയക്കുന്ന എന്തിനാണ്?